ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലെപ്പൂസ് ഡയറി. ഇന്ന് ഞാൻ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ലഡു ആണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് സ്റ്റെപ്സും കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക നോക്കാം. ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ആ ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് കടലപ്പൊടിക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്താൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. വെള്ളം കുറച്ചായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. 1/4 കപ്പ് വെള്ളം കറക്റ്റ് ആവശ്യം വന്നിട്ടുണ്ട് എനിക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പെന്ന് ചിലപ്പോൾ ഒരു സ്പൂൺ കൂടെ അധികം ആവശ്യം വന്നെന്ന് വരും. പക്ഷേ എനിക്ക് കറക്റ്റാണ് വേണ്ടത്. ഇനി ഒരു ഫോർക്കോ വിസ്കോ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഒട്ടും ലംസ് ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും ലംസ് ഇല്ലാതെ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടുക. ഇനി ഒരു പാന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബേൻ്റെ അടിയിൽ പപ്പടക്കോല് വെച്ചിട്ട് ഹോൾസ് ഇട്ടിട്ട് അതിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പക്കയിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പം ഹോൾസ് ഉള്ള പ്ലാസ്റ്റിക് ഡബ്ബയിൽ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ഡബ്ബ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിന് ചെറിയ ഡ്രോപ്സ് ആയിട്ട് നമുക്ക് ബൂണ്ടീസ് കിട്ടും. അപ്പോൾ ബൂണ്ടീസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഒരുപാട് സമയം ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് വരും. ഇതൊന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കോരി മാറ്റാം. ഇത് കോരിയിട്ട് ഇതേമാതിരിയുള്ള ഒരു അരിപ്പപാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ ടിഷ്യൂ പേപ്പറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രിസ്പി ആയി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓയിലിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഇനി അടുത്ത ബാച്ചും ഇതേമാതിരി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബൂണ്ടീസ് അധിക സമയം ഓയിലിൽ വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് കോരി മാറ്റാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും. ഇതേപോലെ എല്ലാ ബൂണ്ടീസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എൻ്റെ ബൂണ്ടീസൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറേ ഷേപ്പ്ലെസ്സും ഉണ്ട്, കുറേ ഷേപ്പുള്ളതും ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എല്ലാതും കൂടെ ഒരു ഷേപ്പായി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് പൊടിഞ്ഞു വരും. ഒരുപാട് സമയം ക്രഷ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാ ഇതേമാതിരിയാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാര ഒന്ന് വെള്ളത്തിൽ നല്ലോണം അലിഞ്ഞ് വരണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഇവിടെ പഞ്ചസാര ഒക്കെ നല്ലോണം അലിഞ്ഞ് വന്നിട്ട് വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫുഡ് കളറും യൂസ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂണ് റോസ് വാട്ടറും ചേർത്താം. എന്നിട്ട് ഫ്ലെയിം ലോയിലിട്ടിട്ട് 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഷുഗർ സിറപ്പ് 2 മിനിറ്റ് കറക്റ്റ് തിളപ്പിച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ബൂന്തിയിൽ അബ്സോർബ് ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അതാ ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് അബ്സോർബായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പൊരിച്ച് വെച്ച കിസ്മിസും പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂസ് നേരത്തെ ഞാൻ ബൂന്തി ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ നല്ലൊരു മണവും ചോയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ബൂണ്ടീസ് നമുക്ക് കുറച്ചൊന്ന് ചൂട് തണിഞ്ഞ് വരുന്ന സമയത്ത് കയ്യിലിട്ടിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം.
രണ്ട് കയ്യിലും മാറി മാറി ഇട്ടിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ബോൾസ് ആയിട്ട് വരും. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ലഡു ആണ് നമുക്ക് കിട്ടുക. അപ്പം നിങ്ങൾക്ക് ലഡു ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ കമൻസോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടില്ലേ, ലഡൂസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ ലഡൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരു 16 ലഡൂസ് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.